കഴിഞ്ഞ 4 ദിവസം നമ്മൾ കണ്ടത് ലഞ്ചിന് ശേഷമുള്ള ആ സെഷനിലാണ് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ എന്താണ് സ്ഥിതി? വിക്കറ്റ് പോയേ ഇല്ല. വിക്കറ്റ് പോകാത്ത മാത്രമോ അടിയോട് അടിയല്ലായിരുന്നു ബ്രൂക്കും റൂട്ടും കൂടി. പ്രത്യേകിച്ച് ബ്രൂക്ക് 98 ബോളാണ് 110 റൺസ് എടുത്തിരിക്കുന്നത്. ജോ റൂട്ടുമായിട്ട് 195 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് എടുത്തിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് 195 റൺസ് എടുത്തതോ പോട്ടെ നോക്കാം, 211 ബോളിനാണ് ഇത് എടുത്തിരിക്കുന്നത്. കണ്ണ് ചിമ്മുന്ന വേഗത്തിലല്ലേ റണ്ണുകൾ വരുന്നത്. അതുകൊണ്ട് ഈ ടാർഗറ്റിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ വേറെ ഏതെങ്കിലും ടീം, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള വേറൊരു ടീം ഇപ്പം 374 പോലത്തേക്ക് ഒരു കൂറ്റൻ സ്കോർ ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ റണ്ണും നമ്മളിങ്ങനെ എണ്ണി അത്ര കഷ്ടപ്പെട്ട് എടുക്കുന്ന പോലത്തെ ഫീൽ തോന്നും. ഏത് ടീമാണെങ്കിലും, ഓസ്ട്രേലിയ അടക്കം അടക്കം. പക്ഷേ ഇംഗ്ലണ്ട് സ്കോർ ചെയ്യുന്നതാണ് വളരെ ഈസി ആയിട്ടാണ്. ജയിക്കാൻ 230 കൂടി എന്ന് കണ്ട് നമ്മളൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേക്കും 188 റൺസ് ജയിക്കാനുണ്ടാവും. കാരണം അപ്പോഴത്തേക്ക് 4 4-ഉം 2 6-ഉം പോയിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാണ്? അതിൻ്റെ കൂടെ നിർഭാഗ്യവും കൂടി ആലോചിച്ച് നോക്ക്. ബ്രൂക്കിൻ്റെ ആ ക്യാച്ച് സിറാജ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ആവേശത്തോടു കൂടി ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം ജയം ഉറപ്പായി. ഇന്നലെ തന്നെ കണ്ടില്ല, ബ്രൂക്ക് പോയതിന് ശേഷം ചടപട വിക്കറ്റുകളൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പോൾ 50 പോലും ആയിട്ടില്ല, 40 പോലും ആയിട്ടില്ല ബ്രൂക്ക്. ആ സമയത്താണ് സിറാജിൻ്റെ ഒരു അശ്രദ്ധ. ആണ് സിറാജ് നമുക്കൊക്കെ പ്രിയപ്പെട്ട താരമാണ്. സിറാജ് ചത്ത് കളിക്കുന്ന മനുഷ്യനാണ്. എത്ര ഓവർ കൊടുത്താലും എറിയും, എന്തിനും തയ്യാറാണ് പുള്ളി. പക്ഷേ നല്ലത് അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. ഇന്നലെ ആണെങ്കിലും ഒലിപോപ്പിനെയൊക്കെ കിട്ടില്ല ബോളിലൂടെയാണ് ഔട്ടാക്കിയത്. സിറാജ് ഒരു മാച്ച് വിന്നർ ആണല്ലോ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ കൊതിച്ച് വരുമ്പോഴത്തേക്കും പുള്ളി അവിടെ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു തീർത്തും അശ്രദ്ധമായ ഒരു ചെയ്തിയിലൂടെയാണ് ഇന്നലെ ബ്രൂക്ക് ഔട്ടാകാതെ ഇപ്പോൾ മാച്ച് വിന്നിങ് സെഞ്ചുറി അടിച്ച് അദ്ദേഹം പോയത്.